നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡെക്കിന്റെ അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും ഡെക്ക് കിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് ഇപ്പൊ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതേപോലെ തന്നെ തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പച്ചമുളക് ഒരു 5 എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 11 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ ഇഞ്ചി 1 ഇഞ്ച് നീളത്തിലുള്ള 2 കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, 2 ചെറിയ തക്കാളി, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിൽ വരുന്ന 2 സവോള എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. അത്രയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. വളരെ നൈസായിട്ട് തിന്നായിട്ടാണ് ഞാൻ സവോള മുറിച്ചെടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ തക്കാളിയും വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. അതിനുശേഷം 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 പച്ചമുളക്, അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് ഡെക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഡെക്ക് നല്ല കഴുകി വൃത്തിയാക്കി എടുക്കുക. ഒരു മീഡിയം സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ½ ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 അവർ വരെയും നമുക്ക് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ മുഴുവൻ പേസ്റ്റും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. കുറച്ച് ഞാൻ ബാക്കി വെക്കുന്നുണ്ട്, നമുക്ക് കറി ഉണ്ടാക്കുന്ന സമയത്ത് ആഡ് ചെയ്യാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊരു വലിയൊരു ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിപ്പോൾ ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുക്കറിലേക്ക് മാറ്റുകയാണ്. കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് നേരമൊന്നും ഇത് വേവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു വിസിൽ മാക്സിമം മതിയാവും. അതിനുശേഷം നമുക്കൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വെയിറ്റ് വെക്കാതെ തന്നെ കുറച്ച് നേരം കൂടെ വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മസാലകൾ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, അത് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലോട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒന്ന് പാകമായി ഇങ്ങനെ വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലുള്ള ബാക്കിയുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ തന്നെ അതിൽ കുറച്ച് പച്ചമുളകും കൂടെ ഇട്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ആ ഒരു ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു മണം മാറി വരുന്നവരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ആവശ്യത്തിനുള്ള എരിവ് ഉണ്ടായിരുന്നില്ല, വളരെ എരിവ് കുറഞ്ഞിട്ടുള്ള പച്ചമുളകാണ്. പിന്നെ ഡെക്കിൻ്റെ കറി ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കൂടുതൽ എരിവ് ആവശ്യമുണ്ട് കേട്ടോ. ഡെക്ക് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു മധുരമുള്ളൊരു മീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള എരിവ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ എരിവ് ഒരുപാടുള്ള പച്ചമുളകാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് ഒരു ½ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. അതിനുശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൽ നമ്മൾ ഓരോന്നായിട്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലാണ്ട് എല്ലാം കൂടി ഇട്ടിട്ടല്ല ഇളക്കുന്നത്. ഓരോന്നായിട്ട് ആ ഒരു പച്ചമണം മാറുന്നവരെ സെപ്പറേറ്റ് ആയിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇതും ഞാൻ യൂസ് ചെയ്യുന്നത് കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് തന്നെ ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ ആ ഒരു മിക്സ് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ തീ നിർത്തിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാല, ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാത്തത് ആ ഒരു ഫ്രഷ് സ്മെല്ല് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക, ആ ഒരു തക്കാളി വെന്ത് വരുന്നവരെ കേട്ടോ. ഇപ്പോൾ ഏകദേശം ആ തക്കാളിയൊക്കെ വെന്ത് നല്ലൊരു പാകത്തിന് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള താറാവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്.
ഈ കറിക്ക് ആവശ്യമുള്ള വെള്ളം നമ്മളിനി പുറത്തുനിന്ന് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വേവിച്ചപ്പോൾ തന്നെ ആ കുക്കറിൽ ആവശ്യത്തിനുള്ള വെള്ളം വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ചുള്ള വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. ചിലർക്ക് ഇതൊരു കുറുകിയ ആ ഒരു റോസ്റ്റ് പരുവത്തിലായിരിക്കും ഇഷ്ടമുള്ളതെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കറിയായിട്ട് വെക്കുന്നത് കൊണ്ട് ഞാൻ കുക്കറിലുള്ള വെള്ളം നോക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട, നമുക്ക് ആവശ്യമുള്ള അത്രയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ ഒരു മസാലയും തക്കാളിയുടെ പുളിയും എരിവും ഒക്കെ ഒന്ന് ഈ ഇറച്ചിയിലേക്ക് പിടിച്ച് വരണം. അപ്പോൾ അതിനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില എത്ര ഇട്ടാലും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് നിറയെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 7-8 മിനിറ്റൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ചാറൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ മേലിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു എന്താ പറയുക, ഏകദേശം നന്നായിട്ട് തന്നെ വെന്തിട്ടുമുണ്ട് കേട്ടോ. നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ വേവ് നോക്കുകയാണ്, എല്ലാം പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. പിന്നെ ഉപ്പോ അല്ലെങ്കിൽ എരിവോ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാരണം തേങ്ങാപ്പാൽ ഇഷ്ടമില്ലാത്തവർ അത് യൂസ് ചെയ്യേണ്ട, അല്ലാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ചൊരു അരമുറി തേങ്ങയുടെ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കാനായിട്ട് പാടില്ല. ആ ഒരു പാലിങ്ങനെ പിരിഞ്ഞ പോലെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ആ ഒരു ചൂടോടുകൂടി തന്നെ തീ ഓഫ് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം വെളിച്ചെണ്ണ മേലാകെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കറി നമുക്ക് ചോറിന് മാത്രമല്ല കേട്ടോ, ചപ്പാത്തിക്കോ ആപ്പത്തിനോ നൂൽപുട്ടിനോ എന്തിനു വേണമെങ്കിലും സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് പറയണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.